കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 35 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസ്. വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കാഞ്ഞിരപ്പള്ളിയിലെ കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം ഓഫീസ് തകർത്ത സംഭവത്തിൽ 35 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി വട്ടക്കാട്, ബ്ലോക്ക് സെക്രട്ടറി OM ഷാജി, അതുപോലെ തന്നെ INTC ജില്ലാ ട്രഷറർ സുനിൽകുമാർ എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് കേസ്. അന്യായമായി സംഘം ചേർന്നതിനും അതിക്രമിച്ചു കയറി നാശനഷ്ടമുണ്ടാക്കിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം പ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. KM മാണി UDF വിട്ട സാഹചര്യത്തിൽ ജില്ലയിൽ എമ്പാടും കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളിയിലെ ആഹ്ലാദ പ്രകടനത്തിനിടെ പ്രകടനമായി എത്തിയ ആളുകൾ പൊടുന്നനെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഓഫീസിലേക്ക് പാഞ്ഞു കയറുകയും ഓഫീസ് തകർക്കുകയും ഓഫീസിന്റെ ബോർഡുകളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. കൊടിമരമടക്കം പിഴുതെറിയുന്ന സ്ഥിതി ഉണ്ടായി. ഈ മണി UDF വിട്ടതോടുകൂടി മേഖലയിൽ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു കേരള കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് തല്ലി തകർത്തതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തന്നെ തയ്യാറായിരിക്കുകയാണ്. കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ശൂർനാട് രാജശേഖരൻ അന്വേഷണത്തിനായി ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ എത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ് VM സുധീരന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും പ്രധാന പ്രവർത്തകരോടും എല്ലാം തന്നെ ഈ കമ്മീഷൻ വിശദീകരണം തേടും. ഇതിനായി കാഞ്ഞിരപ്പള്ളി TVയിൽ 10 മണിയോടുകൂടി തന്നെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. തല്ലി തകർത്ത കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസും ശൂർനാട് രാജശേഖരൻ സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഈ ഒരു മേഖലയിൽ വലിയ ഒരു തരത്തിലേക്ക് കേരള കോൺഗ്രസ് സംഘർഷം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, തങ്ങൾക്കെതിരെ നടപടി ഉണ്ടായാൽ, പ്രത്യേകിച്ച് KPCC നിയോഗിച്ച കമ്മീഷൻ തങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ തങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ കേസ് പ്രതികളാക്കപ്പെട്ട ആളുകൾ നേതാക്കന്മാരെ അറിയിച്ചിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രമ്യമായ രീതിയിലേക്ക് ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കരുതലോട് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തെ അടക്കം അറിയിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ടി.പി. പ്രശാന്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.